മന്ത്രി ഗണേഷ് കുമാറിന്റെ തോൽവി ഇപ്പോൾ അത് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. കാരണം അവരെ അത്രത്തോളം ദ്രോഹിച്ചു ഈ മന്ത്രി എന്നാണ് പറയുന്നത്. 7 പിള്ളേർ പാസ്സാവുമ്പോ മന്ത്രിയുടെ പിള്ളേർ 37 കുട്ടികൾ പാസ്സാവും. 37 പേര് പാസ്സാവും. 7 കുട്ടികളായിരിക്കും നമുക്ക് പാസ്സാവുന്നത്. ഏത് രീതിയിൽ ഞങ്ങളെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിൽ അത്രയും ഗണേശ് ദ്രോഹിച്ചു. സാധാരണക്കാരുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കുക എന്നുള്ളതാണ് ഗണേശന്റെ അജണ്ടയിലുള്ളത്. അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രൗണ്ടുകളിൽ സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടിനെ കൊണ്ട് ഗ്രൗണ്ട് ഉണ്ടാക്കിച്ചു. സർക്കാർ പൈസ എടുത്ത് 90,000 രൂപ ശമ്പളത്തിനാണ് മാനേജ്മെന്റിനെ നിയമിച്ചത്. ഒരു മാനേജർ 90,000 രൂപ ശമ്പളം. ബിൽഡിങ്ങിന് റെന്റില്ല. ഈ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് റെന്റ് കൊടുക്കണം, ബിൽഡിംഗ് എടുക്കണമെങ്കിൽ റെന്റ് കൊടുക്കണം. പഠിക്കാൻ പിള്ളേർ വരില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു വലിയ കൊട്ടിഘോഷിച്ച ഒരു ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് കേന്ദ്രം തുടങ്ങി. ഇന്ന് വരെ ഒരു 6 മാസത്തിൽ കൂടുതൽ ഒരു ക്യാമറ വർക്കായിട്ടില്ല, മൈക്കില്ല, ഒരു സാധനമില്ല. കാടും കയറി ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം ഇവിടെ പൈസ പിരിച്ചെടുത്താണ് ഈ ഗ്രൗണ്ടിലെ കാട് വെട്ടിയിട്ട് പാമ്പിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യണം. അത് 48 വർഷമായി ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ വന്നിട്ട് ഇന്ന് വരെ നമുക്കിങ്ങനെ അനുഭവമില്ല. അദ്ദേഹത്തിന്റെ അച്ഛൻ ബാലേശ്വര സാർ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഒരു കാര്യം പോയി പറഞ്ഞാൽ കേൾക്കും, അനുവദിക്കും. അത് ഇന്നാണ് സാർ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്ന് പറയും. ഇത് ഞങ്ങൾ 3-4 പ്രാവശ്യം പുള്ളിയെ കാണാൻ സമ്മതിക്കില്ല. അതെന്തോ മുഖ്യമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രി ഗണേശൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും വീട്ടിൽ ഇരിക്കുകയാണല്ലോ, വളരെ സന്തോഷം. ഇതിൽ ഞങ്ങൾക്ക് നടത്തിയില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് കൂലിപ്പണിക്ക് വെക്കോളാം. ഗണേശൻ വന്ന് നടത്തട്ടെ ഇതെല്ലാം കൂടെ ചേർന്ന്. ഇതിലും വലിയ പ്രതികരണം സ്വപ്നങ്ങളിൽ മാത്രം ശരിക്കും പറയുമ്പോൾ. കാരണം സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ പറയാനായിട്ടും അതിനെ ചെവി കൊള്ളാനായിട്ടും അധികാരത്തിലിരിക്കുന്നവർക്ക് സമയമില്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് അപ്പോസിഷൻ നമുക്ക്?